ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നാളെ എക്കണോമിക്സ് എക്സാം ആണെന്നറിയാം. എല്ലാവരും നല്ലതുപോലെ പഠിച്ച് കാണുമെന്ന് കരുതുന്നു. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു. അതെല്ലാം പഠിച്ച് കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അക്കൗണ്ടൻസിയുടെ നെക്സ്റ്റ് പോർഷനിലോട്ട് പോകുന്നത്. അത് നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഇനിയും ദിവസമുണ്ട് അക്കൗണ്ടൻസിക്ക്, അപ്പോഴും പഠിച്ചാൽ മതി. അപ്പം ഞാൻ ഇന്നലെ ഗുഡ് റീറ്റെയിൻ ചെയ്തിരിക്കും. പുതിയ പാർട്ണർ കൊണ്ടുവന്ന ഗുഡ് ആർക്കാണുള്ളത് ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കും. ചില സമയം അവരത് ബിസിനസ് ഇട്ടിരിക്കും, ചില സമയം ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോകും, ചില സമയം എന്തോന്നാണ് ഹാഫായിട്ട് എടുക്കും, പകുതി ഇട്ടിട്ട് പകുതി എടുത്തുകൊണ്ട്. അപ്പം നമുക്കിന്ന് ഫുള്ളും എന്തോന്നാണ് എടുത്തുകൊണ്ട് പോകണമല്ലോ. ഒരാൾ ഗുഡ് കൊണ്ടുവരുന്നു, പുതിയതായിട്ടുള്ള ഒരു പാർട്ണർ ഗുഡ് കൊണ്ടുവരുന്നു. ആ ഗുഡ് നമ്മൾ എന്തോന്ന് ചെയ്യുന്നു, ബിസിനസ് തന്നെ ഇട്ടിരിക്കുന്നു. ഫസ്റ്റ് അത് പഠിക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഷിനിയാണ് പുതിയ പാർട്ണർ. ഷിനി ക്യാപിറ്റൽ 50,000 രൂപ ക്യാപിറ്റലും പിന്നെ എത്ര രൂപ 15,000 രൂപ ഗുഡ് കൊണ്ടുവരും. ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ റേഷ്യോ പറഞ്ഞിട്ടുള്ളത് 3:2 ആണ് ഓൾഡ് റേഷ്യോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റേഷ്യോയിലാണ് വീതിച്ചു കൊടുക്കാനുള്ളത്. അപ്പം ഞാൻ റിവാലുവേഷൻ അക്കൗണ്ടിലോട്ട് പോകണില്ല, ബാലൻസ് ഷീറ്റിൽ പോകണില്ല, അങ്ങനെ ഒന്നും പോകണില്ല. നേരെ ഇത് എവിടെ അതെല്ലാം നിങ്ങൾക്ക് റിവാലുവേഷൻ അക്കൗണ്ടൊക്കെ ഞാൻ ഇന്നലെ ഒന്ന് ഇട്ടിരുന്നു. അതെല്ലാം ആ ജേണൽ എൻട്രി പ്രകാരം നിങ്ങൾ പഠിച്ചെഴുതിക്കൊള്ളണം. കാരണം ലെങ്തി നിങ്ങൾക്ക് തന്നെ അറിയാം. 1, 2, 3, 4 അക്കൗണ്ട് വരെ നമുക്ക് ലെങ്തിയാണ്. 4 അക്കൗണ്ട് വരെ നമുക്ക് എന്തോന്ന് ചെയ്യണം, വരയ്ക്കേണ്ടതായിട്ടുണ്ട്. 1, 2, 3, 4 ഇതെല്ലാം കൂടെ ആകുമ്പോൾ വലിയ വീഡിയോ ആയി പോകും, പഠിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇത് എവിടെയാണ് എഴുതാനുള്ളതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ പുതിയതായിട്ട് വരുന്ന പാർട്ണർ ഷിനി എന്ന് പറഞ്ഞു. ഷിനി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 50,000 രൂപ എടുത്ത് നമ്മൾ ഇവിടെ എഴുതും. ഇത് രണ്ടും എഴുതുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ, ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഇനി എടുത്ത് കൊണ്ടുവരുന്ന ഗുഡ് ഈ ഷിനി കൊണ്ടുവരുന്ന ഗുഡ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 15,000 രൂപ. എത്ര? 15,000. ഈ 15,000 എന്ന് പറയുന്നത് വത്സയ്ക്കും ഉഷയ്ക്കും ഉള്ളതാണ്, ഓൾഡ് പാർട്ട്നേഴ്സിന്. അപ്പം അത് ഏത് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കും? 3:2. 15,000 ഇൻറ്റു 3/5 വത്സയ്ക്കും ഉഷയ്ക്കും 2/5 ആർക്ക്? വത്സയ്ക്കുമാണ്. അപ്പോൾ 9,000 6,000 കിട്ടും. അത് നമ്മൾ അവിടെ എഴുതുന്നു. ഇനി നേരെ ഇതിനകത്ത് ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. അതിനേക്കാൾ എളുപ്പവഴി, ക്യാഷ് കിട്ടാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. ഓൾഡ് ബാലൻസ് ഷീറ്റിൽ ക്യാഷായിട്ട് നമ്മളെ കയ്യിൽ എത്ര രൂപയുണ്ട്? 5,000. ആ 5,000 എടുത്ത് സൈഡിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് എത്ര രൂപ പുതിയ പാർട്ണർ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു? 50,000. അതും എടുത്ത് അവിടെ എഴുതി വയ്ക്കും. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന ഗുഡ് എത്ര? പുതിയ പാർട്ണർ 15,000. ഇത് മൂന്നും കൂടെ കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ക്യാഷ് 70,000. അപ്പോൾ പഴയ ബാലൻസ് ഷീറ്റിൽ 5,000 ഉണ്ടായിരുന്നു, പുതിയ പാർട്ണർ 50,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു, പുതിയ പാർട്ണർ എത്ര രൂപ ഗുഡ് കൊണ്ടുവന്നു? 15,000. അത് മൂന്നും കൂടെ കൂട്ടിയാണ് 70 എന്ന് പറഞ്ഞ് നമ്മളിവിടെ ക്യാഷ് എഴുതുന്നത്. ബാക്കിയെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചില പാർട്ട്നേഴ്സ് എന്തോന്ന് ചെയ്യും, ഓൾഡ് പാർട്ട്നേഴ്സ് അവർക്ക് കിട്ടുന്ന ഗുഡ് പാർഷ്യലി, അതായത് കിട്ടുന്ന ഗുഡ് ഇപ്പോൾ 5,000 ആണെങ്കിൽ അതിൻ്റെ പകുതി അങ്ങ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയുള്ളത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനകത്തുള്ളത് ഗുഡ് ഓഫ് ദി ഫേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മിഡിൽ എന്ന് പറയുന്ന ആളാണ് പുതിയ പാർട്ണർ. 30,000 രൂപ എന്ത് കൊണ്ടുവരും? ക്യാപിറ്റലും കൊണ്ടുവരും. ആ ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ് ഫേം വാസ് ബീയിങ് ഫിക്സ്ഡ് ആയിട്ട് 27,000. അതായത് ആ ഫേമിന് മൊത്തം 27,000 രൂപ ഗുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ടോട്ടലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ മിഡിലല്ല. അപ്പോൾ ഈ 27,000 നമ്മൾ മിഡിലിൻ്റെ പോർഷൻ കാണണം. മിഡിലിൻ്റെ പോർഷൻ കാണാൻ ഇതിനകത്ത് നമുക്ക് എന്തോന്നാണ് മിഡിലിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് വരുന്ന പാർട്ട്ണറിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2/9. അപ്പം മിഡിലിൻ്റെ എന്ന് പറഞ്ഞാൽ 27,000ൻ്റെ 2/9 നമ്മൾ കാണണം. അപ്പോൾ 6,000 രൂപയാണ് നമ്മളെന്തോന്നാണ് ഗുഡ് എത്ര? 6,000 രൂപയാണ് നമ്മളെ ഗുഡ് എന്ന് പറയുന്നത്. ഈ ഗുഡ് ആണ് നമുക്ക് എന്തോന്ന് ചെയ്യാനുള്ളത്? വീതിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പുതിയ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 4:5:4 തന്നിട്ടുണ്ട്. ന്യൂ റേഷ്യോ 4:3:2 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തോന്ന് കാണണം? സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ന്യൂ റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഓൾഡ് റേഷ്യോയിൽ തന്നെ വീതിച്ചു കൊടുക്കാം. ഇതിനകത്ത് സാക്രിഫൈസിങ് റേഷ്യോ കാണുമ്പോൾ ഓൾഡ് ഷെയറിൽ നിന്ന് ന്യൂ ഷെയർ കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ 1:1 കിട്ടും. അപ്പം നമ്മൾ ഗുഡ് എന്തോന്ന് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. ടോപ്പും ബോട്ടം 2 പേര് 6,000 രൂപ നമ്മൾ ഗുഡ് എന്ന് കണ്ടുപിടിച്ച് ഇവിടെ വച്ചിട്ടുണ്ട്. 27,000ൻ്റെ 2/9 6,000 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ 6,000ൻ്റെ 1:1 സാക്രിഫൈസിങ് റേഷ്യോ കണ്ടിട്ട് 6,000ൻ്റെ 1:1 3,000. ആ 3,000 നമ്മൾ ആർക്കൊക്കെ കൊടുക്കും? 3,000 എന്ന് പറയുന്നത്
ആദ്യം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുക, ഓൾഡ് ബാലൻസുകൾ എടുത്ത് എഴുതുക, ക്യാഷ് എന്നും പറഞ്ഞ് ഫസ്റ്റ് ഓൾഡ് പാർട്ട്ണർ അല്ല ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഇത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എഴുതി. ഇനി പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എടുത്ത് 30,000 രൂപ ഇവിടെ എഴുതി. പിന്നെ അത് കഴിഞ്ഞ് 6,000 രൂപ നമ്മളതിൽ ഗുഡ് വില്ലുണ്ട്. അതിനെ 1:1 വീതിച്ച് ആർക്കൊക്കെ കൊടുക്കും? ടോപ്പിനും ബോട്ടത്തിനും കൊടുക്കാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ഹാഫ് ഓഫ് ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ വിഡ്രോവൺ ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ്. പഴയ പാർട്ട്ണർമാർ അവർക്ക് കിട്ടുന്ന ഗുഡ് വില്ല് എത്ര? ടോപ്പിന് 3,000, ബോട്ടത്തിന് 3,000. അവരുടെ ഗുഡ് വില്ലിൻ്റെ പകുതി എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കിട്ടുന്ന ഗുഡ് വില്ല് 3,000 ഇവിടെ കാണിക്കും. എടുത്തുകൊണ്ട് പോകുന്നത് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ക്യാഷ് എന്ന് പറഞ്ഞ് ഹാഫ് എന്നാണ് പറഞ്ഞത്. അപ്പം 1,500 ഇത് എടുത്തുകൊണ്ട്. ഇനി ഈ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഗുഡ് വില്ല് 3,000 രൂപയുണ്ട്. ആ ഗുഡ് വില്ല് അവർ ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നു എങ്കിൽ ഡെബിറ്റ് സൈഡിൽ എന്തോന്ന് ക്യാഷ് എന്ന് എഴുതി 3,000 ഹാഫ് ആയതുകൊണ്ട് 1,500 ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോകുമെന്ന് പറയണമെങ്കിൽ ഇപ്പുറത്ത് എന്തോന്നാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയ എമൗണ്ട് അതുപോലെ എടുത്തെഴുതും. അപ്പോൾ ഈ രണ്ടല്ല 3 രീതിയിലുള്ള കണക്കാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രേ ഇടുന്നുള്ളൂ, ബാക്കി നാളെ ഇടാം. ബാക്കി നാളെ എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് അഡ്മിഷനിൽ ഇത്രയേ ഉള്ളൂ. നാളെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു കണക്കും ഉറപ്പായിട്ട് വരുന്ന ലോൺ അക്കൗണ്ട്, എല്ലാ എക്സാമിനും വരുന്നുകൊണ്ടിരിക്കുന്ന ലോൺ അക്കൗണ്ടും നാളെ ഇട്ടുതരാം. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നു എന്നാണ് കമൻറ്റുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇനിയും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക. ബൈ.